ഹായ്, കെ ബി സ്വാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ജീവിതത്തിൽ പലപ്പോഴും ലീഡർഷിപ്പ് റോളുകളിൽ ഇരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അവരിൽ ഭൂരിഭാഗം പേരിലും നല്ല ഒരു ലീഡറെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ സ്റ്റക്കായി പോകുന്ന അവസ്ഥകളുണ്ടാകും. അങ്ങനെയുള്ള സമയങ്ങളിൽ ചില റോൾ മോഡലുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം ഒരു റോൾ മോഡലായി മാറേണ്ടതായി വരും. അപ്പോഴൊക്കെ ഒരു നേതൃത്വ മനോഭാവം നമ്മളിൽ ഡെവലപ്പ് ചെയ്തു വരേണ്ട ആവശ്യങ്ങളെ നമ്മൾ തിരിച്ചറിയും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു നല്ല ലീഡർ എങ്ങനെയായിരിക്കണമെന്ന ഐഡിയ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു നല്ല നേതാവിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല, ഇത് അറിഞ്ഞിരിക്കുന്നതിൻ്റെ വലിയ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്വയം നമ്മൾ എടുക്കുന്ന ട്രെയിനിങ്ങിലൂടെയും എഫേർട്ടിലൂടെയും ഇത്തരം ക്വാളിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊരു മെൻറ്ററായി മാറേണ്ട ആളാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാവാം, ചിലപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയാകാം, ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാകാം. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന സമയത്തോ നിങ്ങളെ പിന്തുടരാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങളിലൊരു നേതാവ് ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമാണ്. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റീസിലൊന്നാണ് സെൻസ് ഓഫ് പർപ്പസ് എന്ന് നമ്മൾ പറയും. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന ബോധം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലെ ലോജിക്, അതിൻ്റെ യുക്തി, അതിൻ്റെ ആവശ്യകത, ഇതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറില്ല. എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്തു, അല്ലെങ്കിൽ പൊതുവെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്തു, ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതിൽ നിന്നും വിഭിന്നമായിട്ട് എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പല കാര്യങ്ങളെയും ഒന്നും കൂടെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതാണ് സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഡയറക്ഷനാണ്. അതായത് എങ്ങോട്ടാണ് പോകുന്നത് എന്നത്. നിങ്ങളുടെ ജീവിതമായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, എന്തായാലും ശരി, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കും, 10 കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കും എന്ന ഒരു ധാരണ നിങ്ങൾക്ക് വേണം. പലപ്പോഴും ആളുകൾ ഡെഡ് എൻഡ് ആയിട്ടുള്ള ജോലികളിലും ഡെഡ് എൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും എത്തിപ്പെടാനുള്ള കാരണം ഈ ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കാത്തതാണ്. അവരപ്പോഴുള്ള അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഫിക്സുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഫിക്സുകളെ കുറിച്ച് അറിയുമ്പോൾ അപ്പോൾ നമ്മൾ ഓക്കെയാണ്, പക്ഷേ ഭാവിയിൽ നമ്മൾക്ക് ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ഡയറക്ഷൻ അഥവാ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻസ് ഓഫ് പീപ്പിൾ, അതായത് ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാര്യവും ഒറ്റയ്ക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കില്ല. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നിങ്ങളെ ആ കാര്യത്തിൽ സഹായിക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനും അവരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അഥവാ ഏതൊരു വ്യക്തിയിലുമുള്ള റിസോഴ്സിനെ പുറത്തെടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു മികച്ച ലീഡറായിരിക്കും. ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ് മിലിറ്ററിയുടെ ട്രെയിനിങ് പ്രോട്ടോക്കോൾ. മിലിറ്ററിയുടെ ട്രെയിനിങ് പ്രോട്ടോക്കോളിൽ ഏതൊരു മനുഷ്യനെയും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അവർക്കുണ്ടായിരിക്കും. ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ളൊരു പ്രോഡക്റ്റ് ആക്കിയിട്ട് ഏതൊരു സാധനത്തിനെയും മാറ്റിയെടുക്കാനുള്ളത് മികച്ച ഒരു നേതൃത്വത്തിൻ്റെ കപ്പാസിറ്റിയാണ്. അങ്ങനെ ആളുകളെ മനസ്സിലാക്കാനും അവരെ ആവശ്യമുള്ള രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാനും പരിവർത്തിപ്പിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ടതാണ്. നാലാമത്തെ കഴിവെന്ന് പറയുന്നത് സിസ്റ്റങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. അതായത് ഒരു കാര്യം ഒറ്റത്തവണ ചെയ്യുക എന്നുള്ളതല്ല, അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് റിസൾട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു സിസ്റ്റത്തിൻ്റെയും വിജയം. ബിസിനസ് ആയാലും പ്രൊഫഷൻ ആയാലും പഠനമായാലും ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു സിസ്റ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ സിസ്റ്റത്തെ മനസ്സിലാക്കുക, എന്നിട്ട് ആ സിസ്റ്റത്തിനൊരു ഓർഡർ ഉണ്ടായിരിക്കും, ആ ഓർഡർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ടായിരിക്കും, ആ പ്രോഡക്റ്റിൻ്റെ റിഫൈൻമെൻറ്റ് മനസ്സിലാക്കുക. ഉദാഹരണം, നിങ്ങളൊരു പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം പരീക്ഷ എഴുതി വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. രണ്ടാമതൊരവസരം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പഠിച്ച വിഷയങ്ങളെയും അതിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയെയും അതിൽ നിങ്ങൾക്ക് വന്ന മാർക്കിനെയും ആ മൂല്യനിർണ്ണയ രീതിയെയും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലേ എവിടെയാണ് തെറ്റിയതെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമുക്കുണ്ടാകുന്ന റിസൾട്ടുകളെ റിഫൈൻ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഒരു ലീഡർക്കുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ടാണ് പലപ്പോഴും സിസ്റ്റങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഈ ചില സ്ഥാപനങ്ങളുടെയൊക്കെ സ്റ്റോറി നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ഒരു പ്രത്യേക ലീഡർഷിപ്പ് വന്ന സമയത്ത് ഒരു പ്രത്യേക ഡയറക്ടർ ബോർഡ്, ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ
അങ്ങനെ ഒരു പ്രത്യേക നേതൃത്വം ഉണ്ടായ സമയത്ത് വല്ലാത്ത ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ആ സ്ഥാപനത്തിന്, ആ ബിസിനസ്സിന് ഉണ്ടായിട്ടുണ്ടാവുക. അതിൻ്റെ കാരണം സിസ്റ്റങ്ങളെ റിഫൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. ഇനി അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോൾ പിൻവാങ്ങണം എന്നറിയണം. ഒരു നേതാവിന് വേണ്ട ഏറ്റവും മികച്ച ക്വാളിറ്റിയാണ് എപ്പോഴാണ് പ്രോഗ്രസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കഴിവ്. നമ്മൾ ചില സമയങ്ങളിൽ മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കില്ല. എപ്പോഴും മുന്നോട്ട് അല്ല, ചില സമയങ്ങൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരിക്കും, ചില സമയത്ത് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. അതെപ്പോഴാണ്? ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തണമെങ്കിൽ സിസ്റ്റം നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം മനസ്സിലാക്കേണ്ട കപ്പാസിറ്റി ലീഡർക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞത്. അങ്ങനെ എവിടെ നമ്മൾ സിസ്റ്റമൈസ് ചെയ്യണം, എവിടെ നമ്മൾ സ്പീഡപ്പ് ചെയ്യണം, എവിടെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യണം എന്ന ധാരണ ഉള്ള ആളാണ് ഒരു നല്ല നേതാവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ടെക്നിക്കലി നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സാഹചര്യത്തിനും നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ബിസിനസ്സിനും അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഇതിനെ ഡിഫൈൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനൊരു ബോധപൂർവമായ ശ്രമം നടത്തിയാൽ നിങ്ങളിലും ഒരു നല്ല നേതാവ് ഉണ്ടായി വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.